ചെല്ലടി, ചെന്ന് ആശ്വസിപ്പിക്ക്. പിന്നെ സങ്കടപ്പെട്ടു പോയി ഏട്ടത്തെ തല്ലണോ? അതുകൊണ്ടാ തലോടാൻ പറഞ്ഞത്. ചിലപ്പോ തടവയും തലോടെയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു നഷ്ടമില്ലല്ലോ. തല തിരിഞ്ഞ ഇനങ്ങളാ, അവരോട് തർക്കിക്കണ്ട. തല തിരിഞ്ഞത് ആർക്കൊക്കെയാണെന്നേ എല്ലാവർക്കും അറിയാം. എടാ, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാനാ ഞാനിപ്പോ നോക്കുന്നേ. ആ സമയത്ത് അവളെ ആരും ചൊടിപ്പിക്കണ്ട. ഏട്ടത്തി, എത്ര പറഞ്ഞിട്ടും എരുമേലി വഴി കാൽനടയായിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള വാശിയായിരുന്നു. പിന്നെ അയ്യപ്പന്റെ കാര്യല്ലേ, ഒരുപാട് എതിർക്കാനൊന്നും പറ്റില്ലല്ലോ. ഏട്ടത്തി ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാ ഞാൻ കൂട്ടുനിൽക്കാന്ന് പറഞ്ഞ്. എന്റെ അമ്മയും ആങ്ങളെയും കരുണയിടത്തേക്ക് ഇവിടെ ഉണ്ടെങ്കിലും അവരാരും ഏട്ടത്തിയുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. അപ്പൊ പിന്നെ ഈ വീട്ടിനകത്ത് ഇപ്പൊ ഏട്ടത്തി ഒറ്റയ്ക്ക് തന്നെയാ. അങ്ങനെയുള്ളപ്പോ ഒരു കൂട്ട് വേണം. അന്നെന്റെ കുഞ്ഞിനെ കളയാൻ പറ്റാത്തതിന്റെ നിരാശയില ഇവിടെ ഉള്ളവര്. അതുകൊണ്ട് ഇന്ന് കുഞ്ഞിനെ കളയാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കലക്കി തരുമെന്ന കാര്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. സ്വന്തം മോളോട് പോലും എന്റെ അമ്മ ഇങ്ങനെയൊക്കെയാ. അപ്പൊ പിന്നെ മരുമോളുടെ കാര്യം പറയണ്ടല്ലോ. എന്റെ വീട്ടിലിപ്പോ ആരുമില്ല എടുത്തി. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ അനന്തവേട്ടന്റെ വീട്ടിലേക്ക് പോവാനിരിക്കായിരുന്നു. ഇടയ്ക്ക് നിന്റെ വീട്ടിലേക്കും വരാൻ മഞ്ജു. എവിടേക്ക് വന്നാലും കണ്ണേട്ട മടങ്ങിയെത്താതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അയ്യപ്പ ദർശനം കഴിഞ്ഞിട്ട് കണ്ണേട്ടം വിളിക്കെങ്കിലും വേണം. ഏട്ടനും ഏട്ടത്തിയും എന്തെല്ലാം പ്രതിസന്ധിയിലൂടെയാ ഇത്രയും ദൂരം താണ്ടി വന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 1 വർഷം ആവാറായി. അതിനിടയില് എത്ര തവണ മരണം മുഖാമുഖം കണ്ടു കഴിഞ്ഞു. അമ്മയും ആങ്ങളെയൊക്കെ ഏട്ടനെ ഏട്ടത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചില്ലെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് അവർക്കൊപ്പം നിന്ന് എനിക്ക് അങ്ങനെ ചെയ്തെന്നറിയാം. അന്നതിനൊക്കെ ഞാനും കൂട്ടായിരുന്നല്ലോ. അതിപ്പോ മഞ്ജു പറഞ്ഞില്ലേലും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കും കണ്ണേട്ടനുണ്ടല്ലോ. കണ്ണേട്ടൻ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് കരുതിയാ കണ്ണേട്ടൻ ഇവിടെ ആരും കൊല്ലാതിരുന്നേ. ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കണ്ണേട്ടൻ എന്നൊരു ആങ്ങള മഞ്ജുനുണ്ടാവില്ലായിരുന്നു. പക്ഷെ കണ്ണേട്ടനെ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നതുകൊണ്ടും സ്നേഹിക്കുന്നതുകൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നെ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് വ്രതം എടുത്ത് നടക്കുന്നവരൊക്കെ കാണും ഞാൻ പറഞ്ഞ കാഴ്ച. കണ്ണേട്ടനും ഏട്ടത്തിയും നിങ്ങളുടെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഏത് പെൺകുട്ടികളും കുഞ്ഞുങ്ങളെ ലാളിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ അതൊന്നും അല്ല മഞ്ജു. ആയുരാരോഗ്യ സൗഖ്യത്തോടെ കണ്ണേട്ടൻ എന്റെ അരികെ വേണം. അതിനെന്റെ അയ്യപ്പ സ്വാമി കടാക്ഷിക്കണം.